മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ സുരക്ഷാ ഓഡിറ്റ് നടത്തുന്നത് പരിശോധിക്കുമെന്ന് സുപ്രീം കോടതി. അണക്കെട്ട് പരിശോധിച്ച് തീരുമാനമെടുക്കാൻ ആവശ്യപ്പെടാമെന്ന് കേന്ദ്രത്തിന് സുപ്രീം കോടതിയിൽ നോട്ടീസ്. 22-ന് കേസ് പരിഗണിക്കുന്നുണ്ട്. പി ബസന്ത് വിവരങ്ങളുമായിട്ട് ബസന്ത്, എന്താണ് നോട്ടീസിന്റെ അടിസ്ഥാനം? എന്ത് പ്രതീക്ഷയാണ് കേരളത്തിനൊക്കെ വെക്കേണ്ടത്? ദിവിഷ, ജസ്റ്റിസുമാരായ സൂര്യകാന്ത്, ദീപാങ്കർ ദത്ത, ഉജ്വൽ ബേൻ എന്നിവരടങ്ങുന്ന ബെഞ്ചാണ് ഇന്ന് മുല്ലപ്പെരിയാറിൽ ഒരു സുരക്ഷാ ഓഡിറ്റ് നടത്തുന്നത് സംബന്ധിച്ച ഒരു വാക്കാൽ നിരീക്ഷണം നടത്തിയത്. കേന്ദ്ര സർക്കാരിനോട് ഒരു വിദഗ്ധ സമിതി രൂപീകരിച്ച് ഡാം പരിശോധിക്കാൻ നിർദ്ദേശം നൽകാമെന്ന മാത്യൂസ് നെടുമ്പാറ നൽകിയ ഹർജിയിൽ സുപ്രീം കോടതി ഇന്ന് വാക്കാൽ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. കേന്ദ്ര സർക്കാരിന് നോട്ടീസും അയച്ചിട്ടുണ്ട്. 22-ന് കേസ് കേൾക്കും. ഇപ്പോൾ രൂപീകരിച്ചിട്ടുള്ള മേൽനോട്ട സമിതിയാകട്ടെ ഡാം സുരക്ഷാ നിയമപ്രകാരമുള്ളതല്ല. ഡാം സുരക്ഷാ നിയമത്തിൽ പറയുന്നത് ഒരു ദേശീയ കമ്മിറ്റിയാണ് ഡാം സുരക്ഷയുമായി ബന്ധപ്പെട്ട്. അത്തരത്തിലൊരു നിയമം ഇതുവരെ കേന്ദ്ര സർക്കാർ രൂപീകരിച്ചിട്ടില്ലെന്ന് കോടതി ചൂണ്ടിക്കാട്ടുകയും ചെയ്തു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാരിന് സുപ്രീം കോടതി നോട്ടീസ് അയച്ചിരിക്കുന്നത്. 130 കൊല്ലം പഴക്കമുള്ള ഡാമിന്റെ സുരക്ഷാ ഓഡിറ്റ് എന്നുള്ളത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം സുപ്രധാനമായ ഒരു നിലപാടാണ് സുപ്രീം കോടതിയുടെ ഭാഗത്ത് നിന്ന് വന്നിരിക്കുന്നത്. അനുകൂലമായിട്ടുള്ള ഒരു നിലപാടാണ്. കേരളത്തിന്റെ നിലപാട് ഡാം ഡീകമ്മീഷൻ ചെയ്യണം, പുതിയ ഡാം വേണം എന്നുള്ളതാണ് കേരളത്തിന്റെ നിലപാട്. ശരി. പി ബസന്താണ് ഡൽഹിയിൽ നിന്നും വിവരങ്ങൾ.